ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സിലബസ് അനുസരിച്ചുള്ള ഭാഗം പഠിക്കാം. അപ്പോൾ ഇന്ന് കേരള ഹിസ്റ്ററിയിൽ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം, അതാണ് ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്. അപ്പോൾ അതിൽ നമുക്ക് ഇന്ന് മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് പഠിക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. മാർത്താണ്ഡവർമ്മ. അപ്പോൾ മാർത്താണ്ഡവർമ്മയെ ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവ് എന്നറിയപ്പെടാനുള്ള കാരണം? കേരള ചരിത്രത്തിൽ സുപ്രധാനമായ സ്ഥാനമാണ് മാർത്താണ്ഡവർമ്മയ്ക്കുള്ളത്. ചെറിയൊരു ഭൂപ്രദേശമായിരുന്ന വേണാടിൻ്റെ അതിർത്തി കൊച്ചിയുടെ അതിരുവരെ നീട്ടി കേരളത്തിൻ്റെ ദക്ഷിണ മധ്യഭാഗങ്ങളെ തൻ്റെ ആധിപത്യത്തിന് കീഴിലാക്കിയ അദ്ദേഹം ഈ പ്രദേശങ്ങളുടെ രാഷ്ട്രീയ ഏകീകരണത്തിൻ്റെ ശില്പിയായി. അദ്ദേഹത്തിൻ്റെ എടുത്തു പറയത്തക്ക മറ്റൊരു നേട്ടമാണ് സൈനിക ശക്തിയിൽ അധിഷ്ഠിതമായ ഒരു കേന്ദ്രീകൃത രാജഭരണം സ്ഥാപിക്കാൻ കഴിഞ്ഞുവെന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്താണ്? സൈനിക ശക്തിയിൽ അധിഷ്ഠിതമായ ഒരു കേന്ദ്രീകൃത രാജഭരണം സ്ഥാപിക്കാൻ കഴിഞ്ഞു. ജന്മി മേധാവിത്വത്തിൻ്റെ അന്ത്യം കുറിക്കുകയും കൊട്ടാരത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിന്നിരുന്ന ഭരണ സംവിധാനത്തെ കാലോചിതമായ നവീകരണത്തിലൂടെ ഉടച്ചു വാർക്കുകയും ചെയ്തതുവഴി ആധുനിക യുഗത്തിൻ്റെ ആരംഭം കുറിക്കുകയായിരുന്നു. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് അദ്ദേഹത്തിനെ ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവ് എന്ന് അറിയപ്പെടുന്നത്. മാർത്താണ്ഡവർമ്മ ജനിച്ചത് 1706 1706. 23-ാം വയസ്സിലാണ് അദ്ദേഹം വേണാട് സിംഹാസനത്തിലെത്തുന്നത്, തൻ്റെ 23-ാമത്തെ വയസ്സിൽ. അപ്പം അദ്ദേഹം ഭരണം ഏറ്റെടുക്കാൻ ചെന്നപ്പോൾ ഒരുപാട് പ്രതിസന്ധികളായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ നേരിടേണ്ടി വന്നത്. എന്താണ് അങ്ങനെ വന്നത്? 1721 മുതൽ 1729 വരെ വേണാട് ഭരിച്ചിരുന്ന രാമവർമ്മയുടെ പിൻഗാമിയായിരുന്നു അദ്ദേഹം. അപ്പം എന്താണ്? 1721 മുതൽ 1729 വരെ വേണാട് ഭരിച്ചിരുന്നത് ആരാണ്? രാമവർമ്മ. 1721 പ്രത്യേകത എന്താണ്? ആറ്റിങ്ങൽ കലാപം. രാമവർമ്മയുടെ മക്കളായ പപ്പുത്തമ്പിയും വലിയ തമ്പി, അനുജൻ രാമൻ തമ്പിയും കുഞ്ചുത്തമ്പിയും സിംഹാസനത്തിന് അവകാശമുന്നയിക്കുകയും നാഗർകോവിലിൽ ആസ്ഥാനമാക്കിക്കൊണ്ട് കലാപത്തിന് മുതിരുകയും ചെയ്തു. AD 1341 മുതൽ വേണാട്ട് രാജകുടുംബം മരുമക്കത്തായ ക്രമമാണ് സ്വീകരിച്ചു പോന്നിരുന്നത്. എന്നാൽ തമ്പിമാരുടെ മാതാവായ അഭിരാമിയെ പരിണയിക്കുന്ന വേളയിൽ രാമവർമ്മ ആ ബന്ധത്തിലുണ്ടാകുന്ന സന്താനങ്ങൾക്കായിരിക്കും കിരീടാവകാശം എന്ന് വാഗ്ദാനം നൽകിയിരുന്നു. അത് പാലിക്കപ്പെടാതിരുന്നതാണ് മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ തിരിയാൻ തമ്പിമാർ പ്രേരിതരായത്. മരുമക്കത്തായം അനുസരിച്ച് മാർത്താണ്ഡവർമ്മയ്ക്കായിരുന്നു സിംഹാസനം കിട്ടേണ്ടത്. പക്ഷേ മക്കളായ പപ്പുത്തമ്പിയും രാമൻ തമ്പിയും കൂടെ അതിനുവേണ്ടി സിംഹാസനത്തിന് വേണ്ടിയുള്ള മത്സരം നടന്നു. അതുകൊണ്ടാണ് മാർത്താണ്ഡവർമ്മയ്ക്ക് ആദ്യകാലത്ത് ഒരുപാട് പ്രതിസന്ധി നേരിടേണ്ടി വന്നത്. പക്ഷേ മാർത്താണ്ഡവർമ്മ ഉരുക്കുമുഷ്ടിയോടെ ആ കലാപങ്ങളെ അടിച്ചമർത്തുകയും സിംഹാസനത്തിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു. മാർത്താണ്ഡവർമ്മയ്ക്ക് യുദ്ധതന്ത്രത്തിലും രാഷ്ട്രതന്ത്രത്തിലും ഒരുപോലെ പരിശീലനം കിട്ടിയിരുന്നു. യുവരാജാവെന്ന നിലയിൽ രാമവർമ്മയെ ഭരണകാര്യങ്ങളിൽ സഹായിച്ചിരുന്ന അദ്ദേഹം ഭരണകാര്യങ്ങളിൽ രാമവർമ്മയെ മാർത്താണ്ഡവർമ്മ സഹായിച്ചിരുന്നു. നെയ്യാറ്റിൻകരയിലെ ഇളമുറ തമ്പുരാൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് രാജാവിന് വേണ്ടി 1723 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരുന്നു. അപ്പോൾ ഏത് ഉടമ്പടിയിലാണ് മാർത്താണ്ഡവർമ്മ ഒപ്പുവെച്ചത്? വേണാട് ഉടമ്പടി അല്ലേ? 1723 വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയിലെ ഇളമുറ തമ്പുരാൻ എന്ന പേരിൽ ഒപ്പുവെച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ വേണാട് ഉടമ്പടിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് ആരാ? അലക്സാണ്ടർ ഓമാണ് വേണാട് ഉടമ്പടിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത്. മാർത്താണ്ഡവർമ്മയാണ് രാജ്യത്തിന് വെളിയിൽ നിന്നും മറവപ്പട എന്ന കൂലിപ്പട്ടാളത്തെ സംഘടിപ്പിക്കാൻ രാജാവിനെ ഉപദേശിച്ചത്. മാർത്താണ്ഡവർമ്മയുടെ കാലം വരെ മാടമ്പിമാർ എന്നറിയപ്പെട്ടിരുന്ന പ്രാദേശിക പ്രഭുക്കൾ വളരെ ശക്തരായിരുന്നു. മാടമ്പിമാർ നികുതി പിരിക്കാൻ അവകാശമുണ്ടായിരുന്ന അവരാണ് നാട്ടിലെ ക്രമസമാധാനവും പരിപാലിച്ചിരുന്നത്. രാജാധികാരത്തെ ചോദ്യം ചെയ്യത്തക്ക രീതിയിൽ
വളർന്ന ഈ ഫ്യൂഡൽ ഘടകങ്ങളെ അടിച്ചമർത്തി ഭരണവ്യവസ്ഥയുടെ മുക്കിലും മൂലയിലും രാജാവിൻ്റെ പരമാധികാരം അരക്കിട്ടുറപ്പിക്കുന്നതിൽ മാർത്താണ്ഡവർമ്മ വിജയിച്ചു. അപ്പം മാടമ്പിമാരെ അടിച്ചമർത്തി ആര്? മാർത്താണ്ഡവർമ്മ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഊരാളന്മാർ അഥവാ ട്രസ്റ്റികളായിരുന്ന യോഗത്തിൽ പോറ്റുമാരുടെയും അവരുടെ ആൾക്കാരായിരുന്ന 8 വീട്ടിൽ പിള്ളമാരുടെയും നേരെ കർശനമായ നടപടിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. മുമ്പ് രാജശക്തിയെ ആദരിച്ചിരുന്ന അവർ അക്കാലമായപ്പോൾ രാജ്യത്ത് സമാന്തരമായ ഒരു അധികാരശക്തി സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു. മാർത്താണ്ഡവർമ്മയെ ഭയന്ന് ഒളിവിൽ പോയെങ്കിലും ഒടുവിൽ അവരെ രാജകിങ്കരന്മാർ തടവിലാക്കി. പോറ്റിമാരിൽ 4 പേരെ നാടുകടത്തി. പിള്ളമാരെ വധിക്കുകയും അവരുടെ വസ്തുവകകൾ പണ്ടാരവകയ്ക്ക് കണ്ടുകെട്ടുകയും ചെയ്തു. അവരുടെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അടിമകൾ എന്ന നിലയിൽ തുറയിലെ മുക്കുവർക്ക് വിൽക്കുകയായിരുന്നു. പിള്ളമാരുടെയും പോറ്റുമാരുടെയും വീടുകൾ ഇടിച്ചു നിരത്തി അവിടെ കുളങ്ങൾ നിർമ്മിച്ചു. കുളം കോരുക എന്ന ശൈലി ഭാഷയ്ക്കും സ്വന്തമായി. അപ്പോൾ ഈ പിള്ളമാരുടെയും പോറ്റുമാരുടെയും വീടുകൾ ഇടിച്ചു നിരത്തി അവിടെ കുളങ്ങൾ നിർമ്മിച്ചു. അപ്പോൾ അതിൽ നിന്നാണ് എന്തുണ്ടായത്? കുളം കോരുക എന്ന ശൈലി ഭാഷയ്ക്ക് സ്വന്തമായത്. അപ്പം അങ്ങനെ തൻ്റെ കുടുംബത്തിനകത്തു നിന്നും ഉയർന്നു വന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചു. പിന്നീട് രാജ്യത്തെ ആഭ്യന്തര പ്രതിസന്ധികളും പരിഹരിച്ചു. അതിനുശേഷം അദ്ദേഹം തൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാനായിട്ട് തുടങ്ങി. വേണാട് രാജകുടുംബത്തിലെ മൂത്ത വനിതാംഗമായിരുന്നു ആറ്റിങ്ങൽ റാണി. ഇവർ മുൻകാലത്ത് വേണാട്ട് രാജാക്കന്മാരോട് ആലോചിക്കാതെ വൈദേശികരുമായി കരാറിലേർപ്പെടുകയും അത് പിൽക്കാലത്ത് രാജ്യത്തിന് ദോഷകരമായ സ്ഥിതി വിശേഷം ഉളവാക്കുകയും ചെയ്തു. ഈ ഏർപ്പാട് അവസാനിപ്പിക്കുന്നതിന് ആറ്റിങ്ങലിനെ തൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ മാർത്താണ്ഡവർമ്മ തീരുമാനിച്ചു. അങ്ങനെ വേണാട്ട് രാജകുടുംബത്തിലെ കാർണവർ തൃപ്പാപ്പൂർ മൂത്ത തിരുവടി എന്ന നിലയ്ക്കും രാജാവ് എന്ന നിലയ്ക്കും ചിരകാലമായി തന്നിൽ നിക്ഷിപ്തമായ അധികാരം പ്രയോഗിച്ച് ബലപ്രയോഗം കൂടാതെ മാർത്താണ്ഡവർമ്മ ആറ്റിങ്ങലിനെ തിരുവിതാംകൂറിനോട് ചേർത്തു. അപ്പം എന്നാണ് ആറ്റിങ്ങലിനെ തിരുവിതാംകൂറിനോട് ചേർത്തത്? 1730 ആറ്റിങ്ങലിനെ തിരുവിതാംകൂറിനോട് ചേർത്തത്. അങ്ങനെ ആറ്റിങ്ങലിനെ തൻ്റെ രാജ്യത്തോട് ചേർത്തതിന് ശേഷം പിന്നീട് അടുത്തത് ഏതായിരുന്നു? വേണാടിൻ്റെ മറ്റൊരു ശാഖയായ കൊല്ലം അഥവാ ദേശിംഗനാട്. കൊല്ലത്തിൻ്റെ പേര് ആയിരുന്നു ദേശിംഗനാട്. പിടിച്ചെടുക്കുകയായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ അടുത്ത ലക്ഷ്യം. ഒരു നിലയ്ക്ക് മാർത്താണ്ഡവർമ്മയുടെ മാതുലനായിരുന്ന ഉണ്ണിക്കേരളവർമ്മയായിരുന്നു കൊല്ലം രാജാവ്. വേണാടിൻ്റെ സിംഹാസനത്തിൽ അദ്ദേഹത്തിന് നേട്ടമുണ്ടായിരുന്നു. അദ്ദേഹം കായംകുളത്ത് നിന്നും ഒരു രാജകുമാരിയെ ദത്തെടുത്തുകൊണ്ട് അവിടുത്തെ രാജാവുമായി വേണാടിനെതിരായ സഖ്യത്തിൽ ഏർപ്പെട്ടു. പിന്നീട് അദ്ദേഹം മാർത്താണ്ഡവർമ്മയ്ക്ക് അവകാശപ്പെട്ട കല്ലട ആക്രമിച്ച് കീഴടക്കുകയും ചെയ്തു. രണ്ടും തനിക്കെതിരായ പ്രവൃത്തികളാണെന്ന് മാർത്താണ്ഡവർമ്മ കരുതി. ദത്ത് അസ്ഥിരപ്പെടുത്താനും കല്ലടയിൽ നിന്നും പിന്മാറാനും അദ്ദേഹം ദേശിംഗനാടിനോട് ആവശ്യപ്പെട്ടു. തുടർന്ന് സൈന്യത്തെ അയച്ച് മാർത്താണ്ഡവർമ്മ കൊല്ലം കീഴടക്കി. അങ്ങനെ ആറ്റിങ്ങലും മാർത്താണ്ഡവർമ്മയുടെ കീഴിലായി, കൊല്ലവും മാർത്താണ്ഡവർമ്മയുടെ കീഴിലായി. പരാജിതനായ രാജാവ് തിരുവിതാംകൂറുമായി ചെയ്ത ഉടമ്പടിയിൽ ദത്ത് അസ്ഥിരപ്പെടുത്താമെന്നും കൊല്ലത്ത് ഉയർത്തിയ കോട്ടകൊത്തളങ്ങൾ പൊളിച്ചു കളയണമെന്നും മാർത്താണ്ഡവർമ്മയുടെ മേൽക്കോയ്മ അംഗീകരിക്കാമെന്നും സമ്മതിച്ചു. ഉണ്ണിക്കേരളവർമ്മയെ തടവുകാരെന്ന നിലയിൽ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ രാജകീയ തടവുകാരനായി പാർപ്പിച്ചു. കൊല്ലത്തെ സംഭവങ്ങളിൽ പരിഭ്രാന്തനായ കായംകുളം രാജാവ് കൊച്ചി, പുറക്കാട്, വടക്കുംകൂർ എന്നിവിടങ്ങളെ രാജാക്കന്മാരുമായി സഖ്യത്തിലേർപ്പെട്ടു. അങ്ങനെ 4 രാജാക്കന്മാരിൽ കൂടെ ചേർന്ന് ഈ തടവിലാക്കപ്പെട്ട കൊല്ലത്തെ രാജാവിനെ അവിടെ നിന്നും തടവ് ചാടിച്ചു. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഒരു സഖ്യമുണ്ടാക്കി ഡച്ചുകാരുമായിട്ട് അവരുടെയും കൂടെ സഹായത്തോടുകൂടി മാർത്താണ്ഡവർമ്മ ആക്രമിക്കാൻ വന്നപ്പോൾ എതിർത്തു നിന്നു. അങ്ങനെ മാർത്താണ്ഡവർമ്മയെ നിരവധി യുദ്ധങ്ങൾ നടന്നു. മാർത്താണ്ഡവർമ്മ പരാജയപ്പെട്ടു. പിന്നീട് എന്ത് ചെയ്തു? കിളിമാനൂർ വരെ ആക്രമിച്ച് ഒരു കീഴടക്കി. കിളിമാനൂർ വരെ ഒരു പിടിച്ചടക്കി. പിന്നീട് മാർത്താണ്ഡവർമ്മ തിരുനെൽവേലിയിൽ നിന്നും കുതിരപ്പട്ടാളത്തെ വരുത്തി കായംകുളത്തിനെതിരെ പൊരുതി. കായംകുളം പിൻവാങ്ങി. അവസാന ജയം മാർത്താണ്ഡവർമ്മയ്ക്കായിരുന്നു. അദ്ദേഹം തിരുനെൽവേലിയിൽ നിന്നും കുതിരപ്പട്ടാളത്തെ വരുത്തി കായംകുളത്തിനെ പൊരുതി തോൽപ്പിച്ചു. അങ്ങനെ 1742 മാന്നാർ വെച്ചുണ്ടായ ഉടമ്പടി പ്രകാരം കായംകുളം രാജാവ് തിരുവിതാംകൂറിന് വളരെയധികം സ്ഥലങ്ങൾ വിട്ടുകൊടുത്തു. എന്നാൽ മാർത്താണ്ഡവർമ്മയ്ക്കെതിരായ പ്രവർത്തനങ്ങൾ
കായംകുളം രാജാവ് തുടർന്നു. വടക്കുംകൂർ, തെക്കുംകൂർ, പുറക്കാട് എന്നിവരുമായി സഖ്യം ചെയ്ത് കായംകുളം എതിർപ്പ് തുടങ്ങിയപ്പോൾ വീണ്ടും രാമയ്യന്റെ നേതൃത്വത്തിൽ സുശക്തമായൊരു സേന കായംകുളത്തെ ആക്രമിച്ചു. അപ്പം മാന്നാർ സന്ധി എന്നാണ് 1742. അപ്പം ഈ സന്ധി പ്രകാരം കുറേ സ്ഥലങ്ങൾ, കായംകുളത്തിൻ്റെ കുറേ സ്ഥലങ്ങൾ മാർത്താണ്ഡവർമ്മയ്ക്ക് വിട്ടുകൊടുക്കേണ്ടതായിട്ട് വന്നു, അതായത് തിരുവിതാംകൂറിന് വിട്ടുകൊടുക്കേണ്ടതായിട്ട് വന്നു. എന്നാലും അവർ വീണ്ടും വടക്കുംകൂർ, തെക്കുംകൂർ, പുറക്കാട് അവിടുത്തെ രാജാക്കന്മാരുമായിട്ട് ചേർന്ന് മാർത്താണ്ഡവർമ്മയ്ക്കെതിരായിട്ട് വീണ്ടും യുദ്ധത്തിനുള്ള പുറപ്പാട് തുടങ്ങി. അങ്ങനെ രാമയ്യൻ്റെ നേതൃത്വത്തിൽ സുശക്തമായൊരു സേന കായംകുളത്തെ ആക്രമിച്ചു. ഇപ്പോൾ രാമയ്യൻ എന്ന് പറയുന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മയുടെ വിശ്വസ്തനായ ദളവയാണ് ആര്? രാമയ്യൻ. കായംകുളം രാജാവ് കുടുംബാംഗങ്ങളോടൊത്ത് വേഷപ്രച്ഛന്നനായി തൃശ്ശൂരിലേക്ക് ഒളിച്ചോടി. 1746 മാർത്താണ്ഡവർമ്മ കായംകുളത്തെ തിരുവിതാംകൂറിൽ ലയിപ്പിച്ചു. അങ്ങനെ എന്നാണ് കായംകുളത്തെ തിരുവിതാംകൂറിൽ ലയിപ്പിച്ചത്? 1746. ഇളയിടത്ത് സ്വരൂപം എന്ന് പറയുന്ന കൊട്ടാരക്കരയാണ്. റാണി ഡച്ചുകാരുടെ സഹായത്തോടെ മാർത്താണ്ഡവർമ്മയുടെ ആധിപത്യത്തെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം ഇരു കൂട്ടരുടെയും സൈന്യത്തെ പരാജയപ്പെടുത്തി. ഇളയിടത്ത് സ്വരൂപം തിരുവിതാംകൂറിന്റെ ഭാഗമായി മാറി. കൊച്ചിയിലേക്ക് പലായനം ചെയ്ത റാണി ഡച്ചുകാരുടെ സംരക്ഷണത്തിൽ കീഴിലായി. അപ്പോൾ കൊട്ടാരക്കര എന്നറിയപ്പെട്ടിരുന്ന പേരാണ് എന്ത്? ഇളയിടത്ത് സ്വരൂപം. അപ്പോൾ അവിടെ ഭരിച്ചിരുന്ന റാണിയായിരുന്നു. ആ റാണി ഡച്ചുകാരുടെ സഹായത്തോടെ മാർത്താണ്ഡവർമ്മയെ ആക്രമിച്ചു. അപ്പോൾ അദ്ദേഹം ഈ രണ്ട് കൂട്ടരുടെ സൈന്യത്തെയും പരാജയപ്പെടുത്തി. ഡച്ചുകാരുടെ സൈന്യത്തെയും കൊട്ടാരക്കരയിലെ സൈന്യത്തെയും പരാജയപ്പെടുത്തി. അപ്പം അങ്ങനെ ഇളയിടത്ത് സ്വരൂപം, അതായത് കൊട്ടാരക്കര, മാർത്താണ്ഡവർമ്മയുടെ അധീനതയിലായി, തിരുവിതാംകൂറിൻ്റെ ഭാഗമായി മാറി. അങ്ങനെ റാണിയെ ഇങ്ങോട്ട് പലായനം ചെയ്തു, കൊച്ചിയിലേക്ക് പലായനം ചെയ്തു. അങ്ങനെ ഈ യുദ്ധം ഡച്ചുകാർക്കേറ്റ ഒരു പരാജയമായിരുന്നു, കനത്ത ക്ഷതമായിരുന്നു അവർക്ക്. അവരെന്ത് ചെയ്തു? മാർത്താണ്ഡവർമ്മയുടെ രാജ്യം തെക്ക് നിന്ന് ആക്രമിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ സിലോണിൽ നിന്നും പീരങ്കിപ്പടയെ വരുത്തി കുളച്ചലിൽ വെച്ച് മാർത്താണ്ഡവർമ്മയോട് ഏറ്റുമുട്ടി. എന്നാണ് കുളച്ചൽ യുദ്ധം നടന്നത്? 1741 ഓഗസ്റ്റ് 10. അപ്പോൾ കുളച്ചൽ യുദ്ധം നടന്ന ഡേറ്റ് 1741 ഓഗസ്റ്റ് 10. വമ്പിച്ച നാശം ഏറ്റുവാങ്ങി ഡച്ചുകാർ പിന്തിരിഞ്ഞു. ഡച്ച് കപ്പിത്താനായ ഡിലനോയി ഉൾപ്പെടെ നിരവധി യൂറോപ്യന്മാർ തടവുകാരായി പിടിക്കപ്പെട്ടു. ഇദ്ദേഹം പിൽക്കാലത്ത് വലിയ കപ്പിത്താൻ എന്ന പേരിൽ സേനാനായകനായി. ഇപ്പം ഡിലനോയിയാണ് പിന്നീട് വലിയ കപ്പിത്താൻ എന്ന പേരിൽ മാർത്താണ്ഡവർമ്മയുടെ സേനാനായകനായത്. മാർത്താണ്ഡവർമ്മയുടെ പ്രധാന നേട്ടങ്ങളിലൊന്നായി ഈ യുദ്ധവിജയം കണക്കാക്കപ്പെടുന്നു. അപ്പം ആദ്യം മാർത്താണ്ഡവർമ്മ ആറ്റിങ്ങൽ തൻ്റെ അധീനതയിലാക്കി. പിന്നീട് ദേശിംഗനാട്, അല്ലേ? അതിനുശേഷം കായംകുളം. പിന്നെ അത് കഴിഞ്ഞ് കായംകുളത്തിന് വടക്കുള്ള അമ്പലപ്പുഴ കീഴടക്കുകയായിരുന്നു അടുത്ത ലക്ഷ്യം. അമ്പലപ്പുഴ രാജ്യത്തെ സൈനിക മേധാവികളായ മാത്തുപ്പണിക്കരെയും തെക്കേടത്തെ ഭട്ടതിരിയെയും തിരുവിതാംകൂർ സ്വന്തം വശത്താക്കി. അമ്പലപ്പുഴ രാജാവ് ഡിലനോയി നയിച്ചിരുന്ന തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ കയ്യിൽ ഒരു തടവുകാരനായി തീർന്നു. അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. 1746 അമ്പലപ്പുഴ രാജാവിനെ തിരുവിതാംകൂറിലേക്ക് കൊണ്ടുപോയത്. കായംകുളം രാജാവിന് തിരുവിതാംകൂറിനെതിരായ പിന്തുണ നൽകിയ തെക്കുംകൂറും വടക്കുംകൂറുമായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ പിന്നത്തെ ലക്ഷ്യം. അപ്പം അമ്പലപ്പുഴ കഴിഞ്ഞു, പിന്നീട് തെക്കുംകൂറും വടക്കുംകൂറും. ഈ രാജ്യങ്ങളുടെ പ്രതിരോധം ദുർബലമായിരുന്നതിനാൽ അനായാസം അവയെ തിരുവിതാംകൂറിനോട് ചേർത്തു. 1749-50. ഏതാണ്ട് അതേ കാലത്ത് തന്നെ ഞാവക്കാട്ട് കർത്താക്കന്മാരിൽ നിന്നും മീനച്ചലിലും തിരുവിതാംകൂറിനോട് ചേർത്തു. തുടർന്ന് മാർത്താണ്ഡവർമ്മയ്ക്ക് അധീനമായ പ്രദേശം ചേർത്തലയായിരുന്നു. ചേർത്തലയുടെ പഴയ പേരാണ് കരപ്പുറം. ചേർത്തല അന്നറിയപ്പെട്ടിരുന്നത് കരപ്പുറം എന്നായിരുന്നു. 1753 മാവേലിക്കരയിൽ വെച്ച് ഡച്ചുകാർ മാർത്താണ്ഡവർമ്മയുമായി സന്ധി ചെയ്തു. അപ്പം മാവേലിക്കര സന്ധി 1753 എന്തായിരുന്നു? ആഭ്യന്തര കലാപങ്ങളിൽ പങ്കെടുക്കുകയില്ലെന്ന് മാർത്താണ്ഡവർമ്മയ്ക്ക് ഉറപ്പു നൽകുകയും ചെയ്തു. ഈ ഉടമ്പടി മാർത്താണ്ഡവർമ്മയ്ക്ക് വലിയ നേട്ടമായിരുന്നു. കൊച്ചിക്ക് അവകാശപ്പെട്ട കരപ്പുറം മാർത്താണ്ഡവർമ്മ കീഴടക്കിയത് കൊച്ചിയെ ശോഭിപ്പിച്ചു. കരപ്പുറം എന്ന് പറയുന്നത് ചേർത്തലയാണ്, ഇപ്പോഴത്തെ ചേർത്തല. അമ്പലപ്പുഴ, തെക്കുംകൂർ, വടക്കുംകൂർ എന്നിവിടങ്ങളിൽ നിന്നും ഓടിപ്പോയ രാജാക്കന്മാർ തിരുവിതാംകൂറിന്റെ അധീശത്വത്തിൽ നിന്നും രക്ഷപ്പെടാൻ കൊച്ചി രാജാവിന്റെ സഹായം തേടി. ഇപ്പം എന്താണ് സംഭവിച്ചത്? അമ്പലപ്പുഴ, തെക്കുംകൂർ, വടക്കുംകൂർ എന്നിവിടങ്ങളിൽ നിന്നും ഓടിപ്പോയ രാജാക്കന്മാർ എന്ത് ചെയ്തു?
ഈ മാർത്താണ്ഡവർമ്മയിൽ നിന്നും രക്ഷ നേടാനായിട്ട് കൊച്ചിയിലേക്ക് അഭയം പ്രാപിച്ചു. അതായത് കൊച്ചി രാജാവിൻ്റെ സഹായം തേടി. അപ്പോൾ ഈ കൊച്ചി രാജാവ് നേരത്തെ തന്നെ ഈ ചേർത്തലയുടെ കാര്യത്തിൽ ചേർത്തല അഥവാ കരപ്പുറം മാർത്താണ്ഡവർമ്മ സ്വന്തമാക്കിയത് കൊണ്ട് അമർഷം പൂണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം മാർത്താണ്ഡവർമ്മയ്ക്കെതിരായിട്ട് പട നീക്കാനായിട്ട് തുടങ്ങി. അപ്പം അതിൻ്റെ കൂടെ കൊച്ചിയിലെ ഡച്ചുകാരും കൂടെ ചേർന്നു. അങ്ങനെ കൊച്ചി രാജ്യത്തെ സേനാധിപനായ പണിയിൽ ഇടിക്കേള മേനോനായിരുന്നു തിരുവിതാംകൂറിനെതിരായ നീക്കത്തിൻ്റെ നേതൃത്വം നൽകിയത്. അപ്പോൾ തിരുവിതാംകൂറിന് എതിരായിട്ട് കൊച്ചി രാജ്യത്തെ സേനാധിപനായ പണിയിൽ ഇടിക്കേള മേനോൻ നേതൃത്വം നൽകി. 1754 അമ്പലപ്പുഴയിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ കൊച്ചി സൈന്യം ഛിന്നഭിന്നമായി പോയി. അപ്പോൾ അമ്പലപ്പുഴ യുദ്ധം നടന്നത് എന്നാണ് 1754 ഇടിക്കേള മേനോനെ തടവുകാരനായി പിടിച്ച് വധിച്ചു. തുടർന്ന് കൊച്ചി സന്ധിക്ക് അപേക്ഷിച്ചു. അരിക്കുറ്റി വരെയുള്ള സ്ഥലങ്ങൾ തിരുവിതാംകൂറിന് അധീനമായി. 1757 തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ സന്ധിയുണ്ടാക്കി. എന്നാണ് തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ സന്ധിയുണ്ടാക്കിയത്? 1757. കൊച്ചിയിലെ പ്രധാനമന്ത്രി കോമി അച്ഛനായിരുന്നു ഈ സന്ധിക്ക് മുൻകൈയെടുത്തത്. അപ്പോൾ തിരുവിതാംകൂറും കൊച്ചിയും തമ്മിലുള്ള സന്ധിക്ക് മുൻകൈയെടുത്തത് ആരായിരുന്നു? കോമി അച്ഛൻ. 1757. സാമൂതിരിയുടെ ആക്രമണത്തിൽ നിന്നും കൊച്ചിയെ സഹായിക്കാമെന്ന മാർത്താണ്ഡവർമ്മയും പിടിച്ചടക്കിയ സ്ഥലങ്ങളിലെ സ്ഥാനഭ്രഷ്ടരായ രാജാക്കന്മാരെ സഹായിക്കുകയില്ലെന്ന് കൊച്ചിയും സമ്മതിച്ചു. അങ്ങനെ മാർത്താണ്ഡവർമ്മ കൊച്ചി രാജ്യവും തൻ്റെ അധീനതയിലാക്കി. അപ്പോൾ തിരുവിതാംകൂർ മുതൽ കൊച്ചി വരെ മാർത്താണ്ഡവർമ്മ പിടിച്ചെടുത്തു. അപ്പോൾ ഇതിനിടയിൽ അദ്ദേഹത്തിന് കുറച്ച് വിദേശ ആക്രമണങ്ങളും നേരിടേണ്ടി വന്നു. അപ്പോൾ ഏതൊക്കെയാണ് അത് എന്ന് നോക്കാം നമുക്ക്. 1740 ആർക്കാട്ട് നവാബിൻ്റെ ബന്ധുക്കളായ ചന്ദാ സാഹിബും ബന്ദാ സാഹിബും നാഗർകോവിൽ, ശുചീന്ദ്രം, കോട്ടാർ എന്നിവിടങ്ങൾ ആക്രമിച്ചപ്പോൾ രാമയ്യൻ കൈക്കൂലി കൊടുത്ത് അവരെ തിരിച്ചയച്ചു. 1752 തൃശ്ശിനാപ്പള്ളി ഗവർണറായ മുദേമിയ കളക്കാടും സമീപ പ്രദേശങ്ങളും പിടിച്ചെടുത്തപ്പോൾ ഇതേ നയം സ്വീകരിച്ചു. കർണാട്ടിക് നവാബായ മുഹമ്മദ് അലി സ്വസഹോദരനായ മഹ്ഫസ് ഖാനെ മുദേമിയയുടെ മേൽ പ്രതിഷ്ഠിച്ചു. മുദേമിയ തിരുവിതാംകൂർ സന്ദർശിച്ച് നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാൻ മാർത്താണ്ഡവർമ്മയെ പ്രേരിപ്പിച്ചു. മാർത്താണ്ഡവർമ്മ മഹ്ഫസ് ഖാനെ തോൽപ്പിച്ച് കുളക്കാടും സമീപ പ്രദേശങ്ങളും തിരിച്ചെടുത്തു. അപ്പോൾ കുളക്കാടും സമീപ പ്രദേശങ്ങളും ആരെ തോൽപ്പിച്ചാണ് മാർത്താണ്ഡവർമ്മ പിടിച്ചെടുത്തത്? മഹ്ഫസ് ഖാനെ. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ വിദേശ ആക്രമണം. നിരവധി പ്രദേശങ്ങൾ വെട്ടിപ്പിടിച്ച് താൻ വിസ്തൃതമാക്കിയ രാജ്യം 1750 ജനുവരി 3 മാർത്താണ്ഡവർമ്മ കുലദൈവമായ ശ്രീ പത്മനാഭന് സമർപ്പിച്ചു. തൃപ്പടിദാനം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ തൃപ്പടിദാനം എന്നാണ് 1750 ജനുവരി 3. താനും പിൻഗാമികളും പത്മനാഭന്റെ ദാസന്മാർ എന്ന നിലയ്ക്ക് ദേവാർപ്പിത നിയോഗമായി ഭരണം നിർവഹിക്കുമെന്നായിരുന്നു തൃപ്പടിദാനത്തിന്റെ അകംപൊരുൾ. മാർത്താണ്ഡവർമ്മ മുതൽ ചിത്തിര തിരുനാൾ വരെയുള്ള രാജാക്കന്മാർ ശ്രീ പത്മനാഭദാസൻ എന്ന ബിരുദത്തോടൊപ്പമാണ് തിരുവിതാംകൂർ ഭരിച്ചത്. ശ്രീ പത്മനാഭദാസൻ. അപ്പം ഇദ്ദേഹം തിരുവിതാംകൂർ മുതൽ കൊച്ചി വരെ എല്ലാ പ്രദേശങ്ങളും പിടിച്ചെടുത്തെങ്കിലും ഇതെല്ലാം ആർക്ക് സമർപ്പിച്ചു? ശ്രീ പത്മനാഭന്, കുലദൈവമായ ശ്രീ പത്മനാഭന് സമർപ്പിച്ചു. അതിനെയാണ് തൃപ്പടിദാനം എന്ന് പറയുന്നത്. എന്നാ നടന്നത്? 1750 ജനുവരി 3. ഇനി അദ്ദേഹത്തിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാർത്താണ്ഡവർമ്മയുടെ ഭരണ സമ്പ്രദായം. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭരണ സമ്പ്രദായം സമഗ്രമായ അഴിച്ചു പണിയലിന് വിധേയമായി. നിലം പുരയിടങ്ങളുടെ കണ്ടെഴുത്ത് നടത്താൻ നിയോഗിക്കപ്പെട്ട മല്ലൻ ശങ്കരൻ വസ്തുക്കളെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ 4ആയി വിഭജിക്കുന്ന രീതി ഏർപ്പാടാക്കി. കരം പുതുക്കി നിശ്ചയിക്കുകയും ഭൂവുടമകൾക്ക് പട്ടയം നൽകുകയും ചെയ്തു. സർക്കാരിൻ്റെ വ്യാപാര സംവിധാനം പുനഃസംവിധാനം ചെയ്തു. മാവേലിക്കരയായിരുന്നു വ്യാപാര ഭരണത്തിൻ്റെ ആസ്ഥാനം. അപ്പോൾ വ്യാപാര ഭരണത്തിൻ്റെ ആസ്ഥാനം ഏതായിരുന്നു? മാവേലിക്കര. പുകയില, കുരുമുളക്, അടയ്ക്ക തുടങ്ങിയവയുടെ കച്ചവടവും ഉപ്പ് നിർമ്മാണവും ദേശവൽക്കരിച്ചു. സാമ്പത്തിക രംഗത്ത് അദ്ദേഹം ഏർപ്പെടുത്തിയ പതിവ് കണക്ക് എന്ന വാർഷിക ബഡ്ജറ്റ് സമ്പ്രദായം സുപ്രധാന നടപടിയായിരുന്നു. അപ്പോൾ പതിവ് കണക്ക് എന്ന വാർഷിക ബജറ്റ് സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്.
ഇതിലൂടെ പൊതുചെലവിന്റെ വിവിധ വകുപ്പുകളായ ദേവസ്വം, കൊട്ടാരം, സൈനിക കേന്ദ്രങ്ങൾ മുതലായവയ്ക്കായി വെവ്വേറെ നിശ്ചിത തുക നീക്കിവെച്ചു. ഭരണ സൗകര്യത്തിനായി മാർത്താണ്ഡവർമ്മ രാജ്യത്തെ പകുതികളായും അതായത് വില്ലേജുകൾ, മണ്ഡപത്തും വാതുക്കളായും അതായത് താലൂക്കുകൾ തിരിച്ചു. യഥാക്രമം പാർവത്യകാരൻ, കാര്യക്കാരൻ എന്നീ തസ്തികകളിലുള്ള ഉദ്യോഗസ്ഥരായിരുന്നു ഇതിന്റെ ചുമതലക്കാർ. നാടിന്റെ നാനാഭാഗത്തും ജനക്ഷേമകരമായ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. കാർഷിക വികസനത്തിൽ അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. അണക്കെട്ടുകൾ, ജലസംഭരണികൾ, തോടുകൾ എന്നിവയുടെ നിർമ്മാണത്തിൽ ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി. ഗതാഗത സൗകര്യത്തിന്റെ വിപുലീകരണത്തിനായി അനേകം തോടുകളും റോഡുകളും നിർമ്മിച്ചു. രാമയ്യൻ, അയ്യപ്പൻ മാർത്താണ്ഡപിള്ള, ഡിലനോയി തുടങ്ങിയ ധീരരും പ്രഗത്ഭരും രാജഭക്തരുമായ വ്യക്തികളുടെ സേവനം മാർത്താണ്ഡവർമ്മയുടെ കരങ്ങൾക്ക് ശക്തി പകർന്നു. നിർണായക സൈനിക നീക്കങ്ങളിൽ രാമയ്യനും അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും രാജാവിന്റെ വലങ്കയും ഇടങ്കയുമായി പ്രവർത്തിച്ചു. ഡിലനോയി തിരുവിതാംകൂർ സൈന്യത്തിന് യൂറോപ്യൻ രീതിയിൽ പരിശീലനം നൽകി. ആരാണ് ഡിലനോയി? പത്മനാഭപുരം, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ പുതിയ കോട്ടകൾ നിർമ്മിക്കുകയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായിരുന്ന പഴയ കോട്ടകൾ പുതുക്കുകയും ചെയ്തു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുതിയ മണ്ഡപങ്ങളും എടുപ്പുകളും നിർമ്മിച്ചു. ശ്രീ പത്മനാഭ വിഗ്രഹം പുതുക്കി പണിതു. ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരത്തിന്റെ 5ാം നില വരെ പണിതു. ക്ഷേത്ര സന്നിധിയിൽ സ്വർണ്ണ കൊടിമരം സ്ഥാപിച്ചു. ഭദ്രദീപം, മുറജപം തുടങ്ങിയ ചടങ്ങുകൾ ആഡംബരപൂർവ്വം നടത്തി. കലാകാരന്മാരെ പ്രോത്സാഹിപ്പിച്ച മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ശില്പം, സംഗീതം, ചിത്രരചന എന്നീ കലകൾക്ക് പുരോഗതിയുണ്ടായി. മറ്റു പ്രദേശങ്ങൾ രാജ്യത്തോട് കൂട്ടിച്ചേർത്തതുമൂലം രാമപുരത്തു വാര്യർ, കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയ പ്രതിഭാധനന്മാർ അദ്ദേഹത്തിന്റെ രാജസദസ്സിലെത്തി. രാമപുരത്തു വാര്യർ, കുഞ്ചൻ നമ്പ്യാർ എന്നിവരൊക്കെ ആരുടെ സദസ്സിലാണ് ഉണ്ടായിരുന്നത്? മാർത്താണ്ഡവർമ്മയുടെ. കേരളീയ വാസ്തുവിദ്യയുടെ ഉജ്ജ്വല സ്മാരകമായ പത്മനാഭപുരം കൊട്ടാരം പുതുക്കി പണിയാനും കൃഷ്ണപുരം കൊട്ടാരം പോലെയുള്ള മനോജ്ഞ നിർമ്മിതികൾ പുതിയതായി നിർമ്മിക്കാനും അദ്ദേഹം മുൻകൈയെടുത്തു. ഇത്രയാണ് മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് പഠിക്കാനുള്ളത്.